ഇന്ത്യ മഹാരാജ്യത്ത് ആകെ 28 സംസ്ഥാനങ്ങൾ. അതിൽ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ, ഗോവ എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ 21 ഇടങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയാണ് അധികാരത്തിലുള്ളത്. അവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും സമാധാനത്തോടുകൂടി ജീവിതം നയിക്കുന്നു. 12 വർഷമായി തുടർച്ചയായി കേന്ദ്രം ഭരിക്കുന്നതും BJP ആണ്. ഇവിടങ്ങളിലൊന്നും വർഗീയ ലഹളകളോ പ്രാദേശിക കലാപങ്ങളോ ന്യൂനപക്ഷങ്ങളുടെ കൂട്ടക്കുരുതികളോ നടന്നതായി അറിവില്ല. ഈ സാഹചര്യത്തിലാണ് കേരള സംസ്ഥാനത്തിലെ ന്യൂനപക്ഷങ്ങളെ UDFും LDFും ചേർന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു രക്ഷിക്കുന്നത്. എന്തൊരു വിരോധാഭാസം! ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി സ്വയം രക്ഷകർത്താവ് ചമഞ്ഞു നടക്കുന്ന LDFിനെയും UDFിനെയും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മേലാളന്മാർ ബുദ്ധിപരമായ വിലപേശലിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. കേരളത്തിൽ ജാതി മത അടിസ്ഥാനത്തിൽ ഒരു പീഡനവും അവഗണനയും നടക്കുന്നില്ല എന്നതാണ് സത്യം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും ഈ രക്ഷകർത്താക്കൾക്ക് പേരിന് പോലും പ്രാതിനിധ്യം ഇല്ല എന്ന വസ്തുത നാം ഓർക്കേണ്ടതുണ്ട്. ഭൂരിപക്ഷ സമുദായം സംഘടിത ശക്തിയല്ലാത്തതിൻ്റെ സാഹചര്യമാണ് എല്ലാവരും മുതലെടുക്കുന്നത്. ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ, പ്രത്യേകിച്ച് KPMS, SNDP, NSS മുതലായവർ ഇത് തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കേരളത്തിൻ്റെ വികസനം സാധ്യമാവണമെങ്കിൽ കണ്ണൂർ ലോബിയും മലപ്പുറം ലോബിയും മാറി മാറി ഭരണം നിയന്ത്രിക്കുന്ന രീതി തന്നെ മാറണം. തെരഞ്ഞെടുപ്പുകളിൽ ജാതിമത ചർച്ചകളേക്കാൾ വികസനത്തിൻ്റെ ചർച്ചകൾ നടക്കണം. അധികാരത്തിനു വേണ്ടി ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവ് ഉണ്ടാക്കാൻ ഇടതിനും വലതിനും നടത്തുന്ന നുണപ്രചരണങ്ങൾ അപ്രസക്തമാക്കണം. BJP ഭരിക്കുന്ന ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങളെ ദിവസവും ആരും പൊരിച്ചും പുഴുങ്ങിയും തിന്നുന്നില്ല. എല്ലാ ജനവിഭാഗങ്ങളും സന്തോഷത്തോടെ കഴിയുന്നു. ഒരു വർഗീയ ലഹളയും നടക്കുന്നില്ല. കേരളത്തിൽ എല്ലാ മലയാളികളും ഒത്തൊരുമയോടെയാണ് കഴിയുന്നത്. ഇടതൻ്റെയും വലതൻ്റെയും മാറി മാറി ഉള്ള ഭരണം കൊണ്ട് അല്ല, പ്രബുദ്ധരായ മലയാളിയുടെ ജന്മഗുണം കൊണ്ട് ആണത്. അധികാരത്തിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടിയും സ്വന്തം കുടുംബത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുമാണ് ഇവർ ന്യൂനപക്ഷ പ്രീണനങ്ങൾ നടത്തുന്നത്. അമ്മായിയപ്പനും മരുമകനും ഒരേ മന്ത്രിസഭയിൽ അംഗമാകുക, ഭാര്യയും ഭർത്താവും ഒരേ മണ്ഡലത്തിൽ മാറി മാറി മത്സരിക്കുക, ഒരേ കുടുംബത്തിൽ നിന്ന് പ്രായപൂർത്തിയായവരെല്ലാം പാർലമെന്റ് അംഗങ്ങൾ ആവുക, ഇതൊക്കെയാണ് ഇടതുപക്ഷവും കോൺഗ്രസും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഉദാത്ത മാതൃകകൾ. നുണറായിയും നുണേശനും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ ആണ്. കേരളം യഥാർത്ഥത്തിൽ നമ്പർ 1 ആകണമെങ്കിൽ ഇവരെ അധികാരത്തിൽ നിന്ന് അകറ്റിയേ തീരൂ. മാറാത്തത് ഇനി മാറണം. വികസനം കൊണ്ടുവരാൻ നരേന്ദ്രമോദി നയിക്കുന്ന BJPക്ക് കഴിയൂ എന്ന് പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ ന്യൂനപക്ഷ ഭൂരിപക്ഷ ചിന്തകൾ വെടിഞ്ഞ് അണിചേരേണ്ട സമയം ആയി. വികസനത്തിനായി നമുക്ക് വേണ്ടി വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യണം.